യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. നാം ജീവിക്കുന്നതായ ഈ കാലഘട്ടം ഒരു ആധുനിക കാലഘട്ടമാണല്ലോ. ആധുനിക കാലഘട്ടം എന്ന് പറയുമ്പോൾ പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ്. അതിൽ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ദൈവത്തെ സംബന്ധിച്ചുള്ളതായ കാഴ്ചപ്പാടുകളും ചിന്തകളുമാണ്. വർഷങ്ങൾക്ക് മുൻപ് എല്ലാവർക്കും ദൈവം എന്നുള്ളതായ ഒരു വിശ്വാസമുണ്ടായിരുന്നു. അതിനി ഏത് മതത്തിൽപ്പെട്ടിരുന്ന ആളായിരുന്നാലും ദൈവം എന്നുള്ളതായ ഒരു ചിന്ത അവരുടെ ബോധമണ്ഡലത്തിലുണ്ടായിരുന്നു. എന്നാൽ ഈ കാലത്ത് ദൈവമില്ല എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. കാണുന്നതാണ് സത്യമെന്നും കാണുന്നത് മാത്രമാണ് സത്യമെന്നും കാണാത്തത് മിഥ്യയാണെന്നും പഠിപ്പിക്കുന്ന ഒരു സമൂഹമാണല്ലോ ഇന്നത്തെ സമൂഹം. അതുകൊണ്ട് തന്നെ അദൃശ്യനായ ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനെ വിശ്വസിക്കുവാൻ ഇന്നത്തെ സമൂഹത്തിന് സാധ്യമല്ല. അങ്ങനെ നിരീശ്വരവാദികൾ ധാരാളം നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നാം കാണുന്ന മനുഷ്യരിൽ നല്ലൊരു ശതമാനം പേരും നിരീശ്വരവാദികളാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ദൈവവചനം പറയുന്നത് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാണ്. ദൈവമില്ല എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ മൂഢൻ എന്ന് ദൈവവചനം വിളിക്കുന്നു. ഈ മൂഢന്മാരായിട്ടുള്ള ആളുകൾ ദൈവമില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയമായ പല കാര്യങ്ങളുമാണ് തെളിവായി നിരത്തുന്നത്. പക്ഷേ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ശാസ്ത്രം തെളിയിക്കുകയാണ് ഇതെല്ലാം ചമച്ചത് ദൈവമാണ് എന്നുള്ള പരമപ്രധാനമായ സത്യം. ഞാനൊരു ശാസ്ത്രാധ്യാപകൻ കൂടെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചത് ദ യൂണിവേഴ്സ് എന്നുള്ളതായ ടോപ്പിക്കാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ, വളരെയധികം കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനിടയായി തീർന്നു. അതോടുള്ള ബന്ധത്തിൽ അവരെ പഠിപ്പിച്ച ഒരു ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ, ഇവൻച്വലി വാട്ട് ഹാപ്പൻസ് ടു സ്റ്റാർസ് ലൈക്ക് അവർ സൺ. നമ്മുടെ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾക്ക് ആത്യന്തികമായി എന്താണ് സംഭവിക്കുന്നത്? 5 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് അതിനുള്ളതെന്ന് ശാസ്ത്രലോകം പഠിപ്പിക്കുന്നു. ഒന്നാമത്, അതൊരു മെയിൻ സീക്വൻസ് സ്റ്റാറായിട്ട് മാറുന്നു. അതിനുശേഷം അതിന് രൂപമാറ്റമുണ്ടായി ഒരു റെഡ് ജയൻ്റ് ആകുന്നു. അതിനും ശേഷമായി അതൊരു പ്ലാനറ്ററി നെബ്യൂല ആയിട്ട് മാറുന്നു. അതിനുശേഷം അതിന് രൂപമാറ്റമുണ്ടായിട്ട് അതൊരു വൈറ്റ് ഡ്വാർഫായിട്ട് മാറുന്നു. അതിനുശേഷം അവസാനമായി ഇവൻച്വലി ദ വൈറ്റ് ഡ്വാർഫ് slowly cools and becomes a black dwarf എന്നാണ് ശാസ്ത്രലോകം പഠിപ്പിക്കുന്നത്. അതായത് അവസാനമായി അത് കരിമ്പടം പോലെ കറുത്ത ഒരു രൂപത്തിലുള്ള ഒരു വാതക പിണ്ഡമായി മാറ്റപ്പെടുന്നു. വാസ്തവത്തിൽ ഇത് തന്നെയല്ലേ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്? 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു എന്നെഴുതിയിരിക്കുന്നു. നോക്കുക, സൂര്യൻ കരിമ്പടം പോലെ കറുക്കും എന്ന് ദൈവവചനം നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വച്ചിരുന്നത് മനസ്സിലാക്കുവാനോ വിശ്വസിക്കുവാനോ സാധിക്കാത്ത സമൂഹം ശാസ്ത്രം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവവചനം അനിഷേധ്യമായ വചനമാണ്. ആരാണ് ദൈവം? യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന അപ്രമേയനായ ദൈവം. മനുഷ്യൻ്റെ വാക്കുകൾ കൊണ്ട് ആ ദൈവത്തെ വർണ്ണിക്കുവാൻ സാധ്യമല്ലാത്തത്ര
അതിഭയങ്കരനായ ദൈവം, സർവവ്യാപിയായ ദൈവം, സർവ അഖിലാണ്ടത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം, അദൃശ്യനായ ദൈവം, ആ ദൈവത്തെ എങ്ങനെയാണ് നമ്മുടെ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുവാൻ സാധിക്കുക? ദൈവവചനം പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ അത്യുന്നതനായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ആദാമ്യ ലംഘനത്താൽ പാപികളായി തീർന്ന് നിത്യമായ നരകാഗ്നിക്ക് വിധിക്കപ്പെട്ടിരുന്ന സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തെ ചുമന്നൊഴിക്കുന്നതിന് വേണ്ടി കാൽവറി ക്രൂശിൽ അവിടുന്ന് യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുത്തെ വിലയേറിയ രക്തം ദൈവനീതിയുടെ മുൻപാകെ ഒഴിച്ചു. ദൈവവചനം ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു. ഇന്ന് രാവിലെ ആ ഒരു വലിയ പദവിയിലേക്ക് വരുവാൻ ഇടയായിരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ല, താങ്കൾക്ക് അതിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എങ്കിൽ ഇന്നത്തെ ദിവസം ആ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അത്യുന്നതനായ ദൈവത്തിൻ്റെ വകയായി തീരുവാൻ ഇടയാകട്ടെ. അങ്ങനെയുള്ള ദൈവമക്കൾക്ക് ദൈവത്തെ അപ്പാ, പിതാവേ എന്ന് വിളിച്ച് ആരാധിക്കുവാൻ സാധിക്കും. അവരാണ് നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിത്തീരുന്നത്. അവരനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് എല്ലാവരെയും ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേകർ ദൈവം ആരാണെന്ന് അറിയാൻ പാടില്ലാതെ അന്ധകാരത്തിൽ ജീവിക്കുമ്പോൾ വലിയവനായ ദൈവത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ വാക്കുകൾ ശ്രവിച്ച ആരെങ്കിലും ഇതുവരെയും ആ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഈ പ്രഭാതം അതിനുള്ളതായ ഒരു അവസരമാക്കി അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി സമ്മാനിക്കണമേ കർത്താവേ. എല്ലാവരും സുരക്ഷിതരായിരിക്കാനും അനുഗ്രഹിക്കപ്പെടുവാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകയിളകിലും നാം ഇനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിളകിലും നാം ഇനി ഭയപ്പെടുകയില്ല. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ